കേരളത്തിലെ മദ്യത്തിന് വേണ്ടി ഈ കൊച്ചു സംസ്ഥാനത്തെ ജനങ്ങൾ ചെലവഴിക്കുന്നത് ഏതാണ്ട് 50,000 കോടി രൂപയാണ്. ഓർക്കണം, നമ്മുടെ സംസ്ഥാന ബജറ്റ്, ഒരു വർഷത്തെ സംസ്ഥാന ബജറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപയാണ്. അതിന്റെ 1/3 തുകയാണ് മദ്യത്തിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ ചെലവഴിക്കുന്നത്. ഇത് ഔദ്യോഗികമായൊരു കണക്കല്ല, എങ്കിലും ഔദ്യോഗികമായ കണക്ക് കിട്ടുമല്ല. നമ്മൾ ചില അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കണക്കാണ്. ഏതാണ്ട് 17,000 കോടിയോളം രൂപ മദ്യത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ഒരു വർഷം വരുമാനം കിട്ടുന്നുണ്ട്. അത് കൃത്യമായ കണക്കാണ്. പക്ഷെ നമ്മുടെ പഠനങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തില് ബില്ലെഴുതി വിൽക്കുന്നതിന്റെ ഏതാണ്ട് അത്രയും തന്നെ മദ്യം ബില്ലില്ലാതെ കണക്കിൽപ്പെടുത്താതെ വിൽക്കുന്നുണ്ട്. അതെന്താന്ന് ഞാൻ അല്പം വിശദീകരിക്കാം. കേരളത്തിലെ വിദേശ മദ്യത്തിന്റെ മൊത്ത വിതരണക്കാര് ബിവറേജസ് കോർപ്പറേഷനാണ്. കേരളത്തിൽ മദ്യം വിൽക്കുന്ന ആരും മദ്യം എടുക്കേണ്ടത് ബിവറേജസിൽ നിന്നാണ്. ബിവറേജസുകാർ അവിടെ ഉണ്ടാക്കുകയല്ല, പുറത്തെ കമ്പനികളിൽ നിന്ന് മദ്യം വാങ്ങുന്നു, അവരുടെ സീൽ ഒട്ടിക്കുന്നു. അങ്ങനെ സീലൊക്കെ പതിച്ച് 255% ടാക്സ് ഏർപ്പെടുത്തിയാണ് ഇവർ പുറത്തേക്ക് കൊടുക്കുന്നത്. മറ്റു മദ്യ വിൽപ്പനശാലകൾ, ബാറുകാർ ഉൾപ്പെടെ ഇവരിൽ നിന്ന് മദ്യം വാങ്ങി വേണം വിൽക്കാൻ. അതാണ് നിയമം. അപ്പൊ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ വിദേശ മദ്യം എന്ന് പറയുന്ന സാധനം നമുക്ക് പരിചയമുള്ളത് വളരെ വിലയുള്ള സാധനമായിട്ടാണ്. സത്യത്തിൽ അങ്ങനെയല്ല. ബിവറേജസ് കോർപ്പറേഷൻ വാങ്ങുന്ന ഏതാണ്ട് 1/4 മദ്യത്തിന്റെയും കുപ്പി വില എന്ന് പറയുന്നത് 100 രൂപയിൽ താഴെയാണ്. ഇതൊന്നും രഹസ്യമായ കാര്യമല്ല കേട്ടോ. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതെല്ലാം കിട്ടും. അങ്ങനെ വാങ്ങുന്ന മദ്യം ബിവറേജസുകാര് അവരുടെ സീലും അടിച്ച് 255% നികുതിയും അതിന്മേൽ ചാർത്തി